ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാനിന്ന് നിൽക്കുന്നത് വൈക്കത്ത് കായലോര പ്രദേശമായ വൈക്കം കായലിൻ്റെ സമീപത്താണ്. ഇവിടെ നല്ലൊരു വീടുണ്ട്. ഇവിടെ പല സിനിമയും നമുക്ക് ലൊക്കേഷനിൽ ചെയ്തിട്ടുള്ളതാണ്. ഷോർട്ട് ഫിലിം ഒരുപാട് പിടിച്ചിട്ടുണ്ട്. വൈക്കത്ത് സുധീർ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതാണ് അയാളുടെ പറമ്പ്. ഇത് നമുക്ക് കാർ പാർക്കിങ്ങിനെല്ലാം നല്ല സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ കാർ പാർക്കിങ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ ചെടികളും ഫലവൃക്ഷാദികളും എല്ലാം ഇവിടെയുണ്ട്. നല്ല സൗകര്യമുണ്ട്. ഇതാണ് അവരുടെ വീട്. ഇത് കണ്ടോ ഈ ഏരിയ. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടാണ്, കായലോരത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കായലാണ്. കായലങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. കായലിലെ വെള്ളം ചിലപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തേക്ക് തന്നെ കയറിയെന്ന് വരാം. എങ്കിലും ഷോർട്ട് ഫിലിം പിടിക്കുന്നതിനും സിനിമയുടെ ലൊക്കേഷനും ഒക്കെ വളരെ അനുയോജ്യമായ സ്ഥലമാണ്. അതുപോലെ തന്നെ ന്യായമായ വാടകയാണ് അവർ ചോദിക്കുന്നത്, അധികമൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം. എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും പിടിക്കണമെന്നുണ്ടെങ്കിൽ കണ്ട നിറച്ച് ഫലവൃക്ഷങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് വളരെ രസകരമായിട്ടാണ് അവരിത് യൂസ് ചെയ്യുന്നത്. ഇതാണ് നിറച്ച് പൂച്ചെടികളും നിറച്ച് പൂച്ചെടികളും എല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീടിൻ്റെയും ഒരു ചെറിയ വീടിൻ്റെ എല്ലാ അന്തരീക്ഷങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് നായ്ക്കുട്ടികൾ. അതുപോലെ കായൽ, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കായലാണിത്. കായലിൻ്റെ കാഴ്ചകൾ. അതുപോലെ ഒരു വഞ്ചിയുണ്ട്. നമുക്ക് അക്കരയ്ക്ക് പോകാൻ തവണക്കടവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകുന്നതിനുള്ള വഞ്ചി സൗകര്യവും അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഈ ലൊക്കേഷനിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും ഷോർട്ട് ഫിലിം ആർക്കെങ്കിലും പിടിക്കണമെങ്കിലോ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗങ്ങൾക്കോ എല്ലാം പറ്റിയ ഒരു നല്ലൊരു ലൊക്കേഷനാണ് അവരുടെ വീട്. അതുപോലെ കായലങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. ചിലപ്പോൾ ഒരു കാരണവശാലും വെള്ളം കയറിയേക്കാം, എങ്കിലും വെള്ളം ഇറങ്ങി പോകുന്നതാണ്. 2018 വെള്ളം കുറച്ച് കയറിയിരുന്നു. ഇതെല്ലാമാണ് കാഴ്ചകൾ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.